എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നെല്ലിയാമ്പതിക്ക് പോയിട്ട് പിറ്റേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയുള്ള നല്ലൊരു വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മളെല്ലാവരും ട്രക്കിങ്ങിന് പോകാനായിട്ട് നേരത്തെ തന്നെ എണീറ്റിരിക്കുകയാണ്. മക്കളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ, അവരൊന്നും എണീറ്റില്ല. അവർക്ക് മടി, നല്ല തണവൊക്കെ അല്ലേ, അവർ മൂടി പൊതിച്ച് അവിടെ കിടക്കുകയാണ്. ഞങ്ങൾ കുറച്ച് പേര് എന്തായാലും ട്രക്കിങ്ങിന് പോകാനായിട്ട് യാത്രയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതേ വണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളിതേ വണ്ടിയിൽ കയറാൻ പോവാണ്. നമ്മൾ താമസിച്ചിരുന്ന റിസോർട്ടിൽ നിന്ന് കുറച്ച് പോയിട്ട് വേണം നമുക്ക് ഓഫ് റോഡ് ട്രക്കിങ്ങിന് പോകാനായിട്ട്. അപ്പൊ നമ്മളിതേ പോകും വഴി നമ്മൾ ആനനെ കണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നെല്ലിയാമ്പതിയിൽ വന്നിട്ട് എന്തായാലും ഒരു ആനനെ കാണാണ്ടിരുന്ന മോശമല്ലേ അല്ലേ. എന്തായാലും ആനനെയൊക്കെ കണ്ടു, എല്ലാവരും ഹാപ്പിയായി. അവർക്ക് കിട്ടി കറക്റ്റായിട്ട്, അവരൊക്കെ പോയി. അപകടകാരിയല്ല, പക്ഷേ അങ്ങനെ നമ്മൾ ആനനെ കണ്ടില്ല എന്നുള്ള ഒരു പരിഭവം വേണ്ട കേട്ടോ. നെല്ലിയാമ്പതിയിൽ വന്നിട്ട് എന്തായാലും ആനനെയൊക്കെ കണ്ടു. ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും, പക്ഷെ ആള് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ആൾ അവിടെ സൈഡിൽ നിന്ന് മണ്ണൊക്കെ വാരി എറിഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് പോന്നു കേട്ടോ. വരും വഴി നമ്മൾ സെന്ററിൽ നിന്ന് പഴംപൊരിയൊക്കെ മേടിച്ച് കഴിച്ചു. നമ്മൾ കാലത്തെ ഫുഡൊന്നും കഴിക്കാണ്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നല്ല വിശപ്പുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോഴേക്കും എന്തായാലും ഒരു 2 മണിക്കൂർ ട്രക്കിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് പഴംപൊരിയൊക്കെ മേടിച്ച് കഴിച്ച് വണ്ടി ഒന്ന് ഷട്ടാക്കിയപ്പോ വണ്ടിക്ക് കംപ്ലൈന്റ് ആയി. പിന്നെ നമ്മൾ വേറൊരു വണ്ടിയിലാണ് കേട്ടോ വന്നത്. അങ്ങനെ ദേ നമ്മൾ ട്രക്കിങ്ങിന് പോവാനായിട്ട് ദേ ജീപ്പിൽ കയറി. നമ്മളിനി അവിടെ ചെക്ക് പോസ്റ്റിൽ പാസ് ഒക്കെ എടുത്തിട്ട് വേണം പോവാനായിട്ട്. അപ്പൊ അതായത് നമ്മൾ പാസ് എടുക്കാനായിട്ട് ചെക്ക് പോസ്റ്റിൽ നിർത്തിയേക്കാണ് കേട്ടോ. നമ്മളുടെ ജീപ്പ് അങ്ങോട്ട് കടന്നു പോണെങ്കിൽ പാസ് എടുക്കണം. നമുക്ക് ജീപ്പിന് 100-ഉം ഞങ്ങളിപ്പോ 5 ആളുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് 400 രൂപയും കൂടെ കൂട്ടിയിട്ട് 500 രൂപ പാസ് എടുക്കാനും ട്രക്കിങ്ങിന് പോവാൻ 2500 രൂപയാണ് കേട്ടോ ഇവിടുത്തെ ചെലവ് നമ്മൾക്ക്. അപ്പൊ ദേ നമ്മൾ അങ്ങനെ ട്രക്കിങ്ങിന് പോയോണ്ടിരിക്കുകയാണ്. റോഡൊക്കെ കണ്ടപ്പോ എല്ലാവർക്കും ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും ഷൈമോളും ചക്കരി ആദ്യമായിട്ടാണ് ഓഫ് റോഡ് ട്രക്കിങ്ങിന് പോണത് കേട്ടോ. നിമിഷയും ഏട്ടനൊക്കെ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് വലിയ പേടിയൊന്നും ഉണ്ടായില്ല. പക്ഷെ ഞങ്ങൾക്ക് ആദ്യം ഒരു പേടിയൊക്കെ തോന്നി. റോഡിന്റെ അവസ്ഥയൊക്കെ കണ്ടപ്പോ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ആദ്യത്തെ വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇത്. നെല്ലിയാമ്പതിയിലത്തെ ആദ്യത്തെ വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഏട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നെല്ലിയാമ്പതിയിൽ വന്നിട്ട് നമ്മളുടെ ഒരു ഫോളോവേഴ്സിനെ പോലും നമ്മൾ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് വ്യൂ പോയിന്റ് കണ്ട് ഇങ്ങോട്ട് കയറി വരുമ്പോണ്ടല്ലോ നമ്മളുടെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ഒരു ചേച്ചിനെ ഇത് ഇവിടെ വെച്ച് പരിചയപ്പെട്ടു കേട്ടോ. ഒരുപാട് സന്തോഷമായി ഏട്ടനും എനിക്കും. നമ്മളുടെ ഈ ചേച്ചിയുടെ വീട് ചാലക്കുടിയിലാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ ഒരു സബ്സ്ക്രൈബറെങ്കിലും നമ്മൾ കാണാൻ പറ്റിയെന്നുള്ള സന്തോഷത്തിൽ നമ്മൾ വീണ്ടും ട്രക്കിങ്ങിന്റെ യാത്രയിലാണ് കേട്ടോ. ഓ നമ്മളാ കുഴിന്നല്ലേ കയറി. അങ്ങനെ ദേ നമ്മൾ രണ്ടാമത്തെ വ്യൂ പോയിന്റിലും എത്തി. ഇവിടെ ജീപ്പ് ഈ പാറയുടെ മുകളിലേക്കൊക്കെ ആൾക്കാർ ഇങ്ങനെ കയറ്റി നിർത്തിയേക്കാണ് കേട്ടോ. ഇത് കണ്ടപ്പോ ഞങ്ങളുടെ ഉള്ള കിളിയും കൂടെ പോയി. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു. നമ്മൾ കറക്റ്റ് സമയത്താണ് കേട്ടോ വന്നത്. കുറച്ചു നേരം നമ്മളുടെ വണ്ടിയൊക്കെ കംപ്ലൈന്റ് ആയിട്ട് നിന്നെങ്കിലും നമ്മൾ ആ മഞ്ഞൊക്കെ കോടയൊക്കെ ഇങ്ങനെ കയറി പോണ ആ ഒരു ടൈമിന് തന്നെയാണ് കേട്ടോ കറക്റ്റ് ആയിട്ട് എത്തിയത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ നിന്ന് പോരണേ ഉണ്ടായില്ല. നല്ല കാഴ്ചയായിരുന്നു. നല്ല തണവും നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ട് 2 കുഞ്ഞുണ്ണികളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നേ. അവർ രണ്ടുപേരും വരാത്ത കാരണം അവരുടെ അടുത്താക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ വലിയ പിള്ളേരെ കൊണ്ടൊന്നും കുഴപ്പമില്ലെങ്കിലും ചെറിയറ്റങ്ങൾ വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് ഞങ്ങള് അധിക നേരം നിന്നില്ല, വേഗം പോന്നു ട്ടാ. എന്തായാലും ഓഫ് റോഡ് യാത്ര അടിപൊളിയായിരുന്നു ട്ടാ. ഇതുപോലത്തെ ഒരു യാത്ര ആദ്യമായിട്ടാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മളിതേ അങ്ങനെ തിരിച്ചു പോവാണ് കേട്ടാ. നമ്മൾ 2 കുഞ്ഞുണ്ണികളാക്കിയിട്ടല്ലേ അവിടെ വന്നിട്ടുണ്ടായേ. അപ്പൊ നമ്മൾ വേഗം തിരിച്ചു പോന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും. അപ്പൊ നമ്മൾ മാത്രം ഭക്ഷണം കഴിച്ചിട്ടുണ്ടായില്ലല്ലോ. അപ്പൊ നമുക്കുള്ള ഫുഡ് എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായി. രാവിലത്തെ ഭക്ഷണം 8 മണിയാകുമ്പോ ചെന്നില്ലെങ്കിൽ പിന്നെ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കുള്ള ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു 5 ആൾക്കുള്ളത്. ഇപ്പൊ എല്ലാവരും ഇതേ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒന്ന് യാത്രയായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഷാമോനും ചക്കരയും ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയേക്കുന്നത്. അവരുടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും ഇതേ പോവാനായിട്ട് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ റിസോർട്ട് ഒന്ന് ചുറ്റി നടന്ന് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ പാക്ക് ചെയ്ത് മുന്നേ വെച്ചതാണ് കേട്ടാ. പിന്നെ നമുക്ക് വന്നിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ. അപ്പൊ നമ്മളിതേ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് അങ്ങനെ ദേ നമ്മളുടെ റിസോർട്ട് ഫുൾ ഒന്ന് ചുറ്റി കാണാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഒരുപാടുണ്ട് കാണാനൊക്കെ ആയിട്ട്. നമ്മള് ഇന്നലെ വന്നപ്പോ ഇത്തിരി നേരം വൈകിട്ടാണ് വന്നേ. അപ്പൊ നമുക്ക് അധികം നേരം ചുറ്റി കറങ്ങാനൊന്നും സമയം കിട്ടിയില്ല. പകല് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് മൊത്തത്തിൽ ഒന്ന് ചുറ്റി നടന്ന് കാണാനായിട്ട് എല്ലാവരും ദേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്ഥലമൊക്കെയാണ് കേട്ടോ. വണ്ടി ബോട്ട് പിടിക്കട്ടെ ഞാൻ അതിനാരെന്താടാ അങ്ങനെ ദേ നമ്മള് റിസോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് നെല്ലിയാമ്പതിയൊക്കെ ചുറ്റിക്കറങ്ങി തിരിച്ചു പോരുകയാണ് കേട്ടോ. നമ്മളെ റിസോർട്ടിലെ വണ്ടിയാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടാക്കിയത്. കുറച്ച് നമുക്ക് ഓഫ് റോഡ് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കുകയാണ് അവർ ചെയ്തത്. നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. നെല്ലിയാമ്പതി ട്രിപ്പ് ഇതുപോലെ ഒരു എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പായി മാറ്റിയത് ഇതുപോലത്തെ ഒരു ഫാമിലി ട്രിപ്പ് ആയതുകൊണ്ടാണ് വേണമെങ്കിൽ പറയാം കേട്ടോ.
അങ്ങനെ അല്ലേ അങ്ങനെ ദേ നമ്മള് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തി. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ തെക്കുംപാടത്തുള്ള കുറച്ച് പേര് ദേ നെല്ലിയാമ്പതിക്ക് ടൂർ വന്നിട്ടുണ്ടായിരുന്നു. അവരെയും കൂടെ കണ്ടുവന്ന് നമ്മൾ സംസാരിച്ച് അങ്ങനെ നമ്മൾ ദേ തിരിച്ചു പോന്നു. തിരിച്ചു വരുമ്പോഴും നമ്മൾ ഫുഡ് അടിച്ചത് ചുരം ഇറങ്ങിയതിന് ശേഷമാണ് കേട്ടോ. അങ്ങനെ നല്ല ഭക്ഷണമൊക്കെ മേടിച്ച് കഴിച്ച് നമ്മൾ അങ്ങനെ ദേ തിരിച്ചു പോന്നു. ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു ട്രിപ്പിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.